CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. പതിവ് പോലെ ആദ്യ ദിനത്തിലെ പരീക്ഷ കുട്ടികളെ വലച്ചില്ല. പെരുമ്പടപ്പ് പുത്തൻപള്ളിയിൽ ലോഡ്ജിൽ താമസിച്ചിരുന്ന 3 യുവാക്കളെ 140 ഗ്രാം ഹാഷിഷ് ഓയിലുമായി പെരുമ്പടപ്പ് പോലീസ് പിടികൂടി. വെളിയങ്കോട് കൊങ്ങണം വീട്ടിൽ ഫസലുദ്ദീൻ, പെരുമുടിശ്ശേരി ഏറന്നൂർ വീട്ടിൽ രാഹുൽ, നാക്കോല വാരിയംപുള്ളി ഷുഹൈബ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. യേശുവിന്റെ കുരിശുമരണത്തെ സ്മരിച്ച് വലിയ നോമ്പിലേക്ക് ക്രൈസ്തവ സമൂഹം പ്രവേശിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുന്നോടിയായി സഹസ്ര കലശ ചടങ്ങുകൾക്ക് തുടക്കമായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത്, എരുമപ്പെട്ടി പഞ്ചായത്ത്, എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗർഭാശയ സ്തനാർബുദ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രി ശുചിമുറിയിൽ തലയിടിച്ചു വീണ് 84-കാരന് ദാരുണാന്ത്യം. പുത്തൂർ സ്വദേശി വടക്കൂട്ട് വീട്ടിൽ പൗലോസാണ് മരിച്ചത്. കാട്ടകമ്പാൽ മേഖലയിലെ വാവേക്കർ കോൾപ്പടവിലെ തകർന്ന ബണ്ടിന്റെ പുനർനിർമ്മാണം വൈകുന്നു. ഇപ്പോൾ നിർമ്മാണം തുടങ്ങിയാൽ മാത്രമേ മഴക്കാലത്തിന് മുൻപ് ബണ്ടിന്റെ പുനർനിർമ്മാണം പൂർത്തിയാകുകയുള്ളൂ എന്ന് കർഷകർ പറഞ്ഞു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ മാർച്ച് 8 നടക്കുന്ന കേരള ലേബർ മൂവ്മെന്റ് തൃശൂർ അതിരൂപത വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിളംബര റാലി സംഘടിപ്പിച്ചു. തങ്ങൾപ്പടി കള്ളുഷാപ്പിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ പുന്നീർകുളം പഞ്ചായത്ത് നോട്ടീസ് നൽകി. ഷാപ്പ് ലൈസൻസിയായ പ്രദീപ് കുമാറിന് പഞ്ചായത്ത് സെക്രട്ടറിയാണ് നോട്ടീസ് നൽകിയത്. ചാലിശ്ശേരി പൂരത്തിന് ആനയെ ഒഴിവാക്കി തുക നിർധന കുടുംബത്തിന്റെ വീട് പുനർനിർമ്മാണത്തിനായി മാറ്റിവെച്ച നവയുഗ പൂരാഘോഷ കമ്മിറ്റിക്ക് കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി 1 ലക്ഷം രൂപ സഹായം നൽകി. എളവള്ളി ദുർഗാക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭം. മാലിന്യമുക്തം നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പുന്നയൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ട്രോളി വിതരണം ചെയ്തു. വെസ്റ്റ് മങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പൂരം ചൊവ്വാഴ്ച ആഘോഷിക്കും. വാഗ ചെട്ടിയടത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനമായി. ഫെബ്രുവരി 24 മുതൽ വിവിധ ചടങ്ങുകളോടെ നടന്നുവന്നിരുന്ന ഉത്സവാഘോഷങ്ങൾക്ക് ഞായറാഴ്ചയാണ് സമാപനമായത്. വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ പുതിയ SHO ആയി അനിൽകുമാർ ചുമതലയേറ്റു. നിലവിലുണ്ടായിരുന്ന SHO K സതീഷ് ഒറ്റപ്പാലത്തേക്ക് സ്ഥലം മാറിപ്പോയ ഒഴിവിലേക്കാണ് നിയമനം. എടക്കഴിയൂർ RPM UP സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം ചാവക്കാട് AEO PM ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർകുളം കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ സാംസ്കാരിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന വയോമിത്ര ക്ലബ് അംഗങ്ങൾ വിനോദയാത്ര സംഘടിപ്പിച്ചു. ചാലിശ്ശേരി കൗക്കോട് ശ്രീ കുളത്താണി വിഷ്ണു ശാസ്താ ക്ഷേത്രത്തിലെ പൂരമഹോത്സവം മാർച്ച് 4 ചൊവ്വാഴ്ച ആഘോഷിക്കും. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മാർ പിലക്സിനോസ് ചാരിറ്റീസിന്റെയും ALPS വയലത്തൂർ ഈസ്റ്റിന്റെയും സഹകരണത്തോടെ സൗജന്യ ദന്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ 15 ലക്ഷം രൂപ ചെലവഴിച്ച് 9ാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഷാഹു ഹാജി റോഡിന്റെയും മുനയ്ക്കക്കടവ് സ്ലൂയിസ് കം ബ്രിഡ്ജിന്റെയും ഉദ്ഘാടനം നടന്നു. ആർത്താറ്റ് മാർത്തോമ തീർത്ഥകേന്ദ്രത്തിലെ പുതുഞായർ തിരുനാൾ കമ്മിറ്റി ഓഫീസ് ഇടവക വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ ഉദ്ഘാടനം ചെയ്തു. രാജീവൻ എന്നീ പേരുള്ളവരുടെ സംസ്ഥാനതല കൂട്ടായ്മയായ രാജീവം 2025 പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. അഭയഭവൻ വയോജന കേന്ദ്രത്തിന്റെ ഫ്രണ്ട്സ് ഓഫ് അഭയഭവൻ പദ്ധതിയുടെ ഇടവകതല ഉദ്ഘാടനം പെരുന്തുരുത്തി മാർ ബസേലിയോസ് പള്ളിയിൽ നടന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ അഭയഭവൻ വയോജന കേന്ദ്രത്തിന്റെ ഫ്രണ്ട്സ് ഓഫ് അഭയഭവൻ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. പുന്നയൂർകുളം കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. കുന്നംകുളം പിസാറ്റ് കോളേജിന്റെ 48ാമത് കോളേജ് ഡേ ആഘോഷിച്ചു. മാനേജിംഗ് ഡയറക്ടർ PK സുനിൽ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.